സംസ്ഥാനത്ത് ഇന്നും പനിമരണം. മരിച്ചത് കോഴിക്കോട് പാറമ്മൽ സ്വദേശിനി സുനിത. എബോളയിൽ ആശ്വാസം. ചികിത്സയിലുള്ള യുവതിയുടെ ഫലം നെഗറ്റീവ്. 17 ഡെങ്കിപ്പനി മരണവും 23 എലിപ്പനി മരണവും സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഹൈപ്പവർ കമ്മിറ്റി യോഗം തുടരുന്നു. DHSൽ ഇന്നും ഡയറക്ടർമാരുടെ കസേരകളി. സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയെന്നും നിലവിൽ ഭരണസ്തംഭനമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. ട്രിബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ KJ റീന 2ാം ദിനവും ഓഫീസിലെത്തി. താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷിയും KJ റീനയും ഓഫീസിൽ തുടരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ വകുപ്പ് നിയമോപദേശം തേടിയതായി മന്ത്രി കെ മുരളീധരൻ. NSS ഡയറക്ടർ ബോർഡിൽ നിന്നും KB ഗണേഷ് കുമാർ പുറത്ത്. കാലാവധി കഴിഞ്ഞ 9 പേരിൽ ഗണേഷ് കുമാറിന്റെ മാത്രം അംഗത്വമാണ് പുതുക്കി നൽകാത്തത്. നടപടി ജനാധിപത്യപരമല്ലെന്ന് ഗണേഷ് കുമാർ. അതേസമയം ജനാധിപത്യപരമല്ലാത്ത നടപടിയെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്ന് സുകുമാരൻ നായർ. NSSുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിക്കാത്തതിൽ വിമർശനവുമായി NSS. 2 തവണ NSS സമയം തേടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിച്ചില്ല. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിവേദനം നൽകാനാണ് സമയം ചോദിച്ചത്. സതീശൻ അഹങ്കാരിയെന്നും NSS ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യോഗം അംഗങ്ങൾ എന്നിവർ പ്രതികൾ. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി പ്രമുഖ സാമുദായിക നേതാക്കളും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, താമരശ്ശേരി ബിഷപ്പ് റംജിയോസ് ഇഞ്ചനാനിയൽ എന്നിവരാണ് തൂഫാൻ വാരിയർ. സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ പുഴുക്കുത്തായ ലഹരി മരുന്നിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് സാമുദായിക നേതാക്കളെ സന്ദർശിച്ച ശേഷം ആഭ്യന്തരമന്ത്രി. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷയ്ക്ക് ഒരുക്കിയതെന്നും ഔദ്യോഗിക ബ്ലൂടിക് വാട്സ്ആപ്പ് നമ്പറിൽ നിന്നും മാത്രമായിരിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകുക എന്നും NDA അറിയിച്ചു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ജന്തർ മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്താൻ SIT തീരുമാനം. 2025 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാൻ നൽകിയത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ.